കാമുകയുടെയും വീട്ടുകാരുടെയും പ്രീതി പിടിച്ചുപറ്റാൻ മനഃപൂർവ്വം വാഹനാപകടമുണ്ടാക്കിയ കാമുകൻ അറസ്റ്റിൽ. പത്തനംതിട്ട വാഴമുട്ടത്ത് ഡിസംബർ 23 നടന്ന വാഹനാപകട കേസിലാണ് നാടകീയ വഴിത്തിരിവ്. യുവതി ഓടിച്ച സ്കൂട്ടറിന് പിന്നിൽ സുഹൃത്തിനെ കൊണ്ട് കാർ ഇടിപ്പിച്ച ശേഷം രക്ഷകനായെത്തി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. CCTV കേന്ദ്രീകരിച്ചുള്ള പോലീസ് അന്വേഷണമാണ് കാമുകന്റെ നാടകം പൊളിച്ചത്. സിനിമാ കഥകളെ പോലും വെല്ലും ഈ റിയൽ സ്റ്റോറി. ഡിസംബർ 23 വൈകിട്ട് അടൂരിൽ നിന്നും വീട്ടിലേക്ക് സ്കൂട്ടറിൽ പോവുകയായിരുന്നു യുവതി. വാഴമുട്ടം ഈസ്റ്റ് പോസ്റ്റ് ഓഫീസ് സമീപം വെച്ച് സ്കൂട്ടറിന് പിന്നിൽ കാർ ഇടിച്ചു. ഡ്രൈവർ വാഹനം നിർത്താതെ വേഗം ഓടിച്ചു പോയി. തൊട്ടു പിന്നാലെ മറ്റൊരു കാറിൽ ഇതേ സ്ഥലത്തെത്തിയ കോന്നി മാമൂർ സ്വദേശി രഞ്ജിത് രാജൻ ഭർത്താവാണെന്ന് സ്വയം പരിചയപ്പെടുത്തി പരിക്കേറ്റ യുവതിയുമായി ആശുപത്രിയിലേക്ക് പോയി. എല്ലാം ഇവിടെ എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു. ഭർത്താവ് എന്തിനാ പറയാ ഇങ്ങനെ വണ്ടി വിട്ട് വന്നതിന് സംശയം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്തുവാന്നുള്ളത്. നാട്ടുകാരുടെ ഈ സംശയം പോലീസിനെയും ഏറെ ചിന്തിപ്പിച്ചു. ഇവിടെ നടന്ന വാഹനാപകടം എന്ന രീതിയിൽ പോലീസ് ഇവിടെ എത്തിയപ്പോൾ തന്നെ അവർക്കും കുറെ സംശയങ്ങൾ പ്രത്യേകിച്ച് ആളുകൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ തൊട്ടപ്പുറത്തുള്ള കടയിൽ പോയി അവിടെ CCTV ശേഖരിച്ചു. ഒന്നിനു പിറകെ ഒന്നായി ഇവർ വന്ന വഴിയിലൂടെ പോലീസും പിന്നാലെ പോയി. അങ്ങനെ ഓരോ CCTV എടുത്തു വന്നപ്പോഴാണ് ഇതിനെ ട്വിസ്റ്റ് മനസ്സിലായത്. ഇതൊരു അപകടമല്ല, മനഃപൂർവ്വം ഉണ്ടാക്കിയ അപകടമാണ്. ചന്ദ്രപ്പള്ളി പൂങ്കാവ് റോഡിൽ ഏറെ ദൂരം യുവതിയെ പിന്തുടർന്ന കാർ തന്നെയാണ് ഇടിച്ചിട്ടതെന്ന് വ്യക്തമായി. വാഹന നമ്പരും ഓടിച്ച പൈനാമൺ സ്വദേശി അജാസിനെയും പോലീസ് കണ്ടെത്തി. യുവതിയെ ആശുപത്രിയിൽ കൊണ്ടുപോയ രഞ്ജിത്തിനെ ചുറ്റിപ്പറ്റിയും അന്വേഷണം ഊർജിതമായിരുന്നു. രഞ്ജിത്തിന്റെ ഫോൺ രേഖകൾ കൂടി പരിശോധിച്ചപ്പോൾ യുവതിയുമായി ഏറെക്കാലമായി അടുപ്പത്തിലാണെന്ന് വ്യക്തമായി. ഒടുവിൽ റിയൽ സ്റ്റോറി കേരള പോലീസ് കണ്ടെത്തി. ഏറെ നാളായി പിണങ്ങി വന്ന കാമുകിയെ വരുതിയിലാക്കണം. വിവാഹം ചെയ്തു നൽകാൻ കാമുകിയുടെ വീട്ടുകാരെയും ഒന്ന് ഇംപ്രസ് ചെയ്യണം. അതിനാണ് സുഹൃത്തിനൊപ്പം കൂട്ടി മനഃപൂർവ്വം വാഹനാപകടമുണ്ടാക്കി പിന്നാലെ രക്ഷകനായി അവതരിച്ചത്. നാടകമില്ല പൊളിയതോടെ വാഹനാപകട കേസ് വധശ്രമ കേസായി പോലീസ് മാറ്റി. യുവതിയെ കൊല്ലാൻ ശ്രമിച്ചതിന് കാമുകൻ രഞ്ജിത്തും സുഹൃത്ത് അജാസും ജയിലിലായി.